ദില്ലിയിൽ നടന്ന സമരം, ഇന്ത്യയിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും അണിനിരന്ന സമരം, BJPയെ, RSSനെ, നരേന്ദ്രമോദിയെ, BJP സർക്കാരിനെ മുട്ടുകുത്തിച്ച സമരം. സമരം തീർക്കാൻ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. സമരം ചെയ്തവർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എല്ലാം അംഗീകരിക്കേണ്ടി വന്നു സർക്കാരിന്. ആരാണ് സമരം നയിച്ചത്? എല്ലാവർക്കും അറിയാം, സമരം നയിച്ചത് CJP ആണ്, കോക്രോച്ച് ജനതാ പാർട്ടിയാണ് എന്ന്. എന്നാൽ RSS മനസ്സിലാക്കിയിരിക്കുന്നത്, RSSന് അറിയാം യഥാർത്ഥത്തിൽ സമരം നയിച്ചത് കോക്രോച്ച് ജനതാ പാർട്ടിയല്ല, സമരം നയിച്ചത് SFI ആണ്, AISF ആണ്, ISI ആണ് എന്ന് വെച്ചാൽ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് സമരത്തിന് ആളും അർത്ഥവും നൽകിയത് എന്ന് പറയുന്നത് ഓർഗനൈസറാണ്, RSSന്റെ മുഖപത്രമാണ്. ഓർഗനൈസറിന്റെ എഡിറ്റർ പ്രഫുല്ല കേത്കർ എഴുതിയ ലേഖനം പ്രൊട്ടസ്റ്റ് പാറ്റേൺ ആൻഡ് പ്രൊഗ്നോസിസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലേഖനം. ആ ലേഖനത്തിൽ വളരെ കൃത്യമായും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളെ രൂക്ഷമായി വിമർശിക്കുകയാണ്. അവരാണ് സമരം നയിച്ചത്. ഇത്രയും നാൾ നീണ്ടുനിന്ന സമരം, ഏകദേശം 36 ദിവസം നീണ്ടുനിന്ന സമരം, ആ സമരം ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ CJPക്ക് കഴിയില്ല. അതിന് എല്ലാ സഹായവും നൽകിയത്, അടിസ്ഥാനമായി സമരത്തിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളാണ് എന്ന്. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് ആരാണ് സഹായം നൽകിയത്? അത് വിദേശത്ത് നിന്നാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിന്റെ എഡിറ്റർ എഴുതിയ ലേഖനത്തിൽ കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട്. The alternative politics model that is rooted in communist ideology seeks to subvert democracy with democratic means. വ്യക്തമായി പറയുകയാണ്, ഇത് രാജ്യത്തെ പറഞ്ഞു പോയ ശേഷം പറയുന്നു, ഇത് രാജ്യത്തിനെതിരെയുള്ള സമരമാണ്, ഇത് BJPക്കെതിരെയുള്ള സമരമല്ല, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെയുള്ള സമരമല്ല, ഇത് രാജ്യത്തിന് എതിരെയുള്ള സമരമാണ്. ഡിസ്ക്രെഡിറ്റിംഗ് ആൾ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ദ ഇലക്ഷൻ കമ്മീഷൻ, ജുഡീഷ്യറി ആൻഡ് ആംഡ് ഫോഴ്സസ്. പറഞ്ഞു വരുന്നത് സമരം ദേശവിരുദ്ധ സമരമാണ് എന്ന്. ഒരു ലേഖനമല്ല, ഈ ലേഖനത്തിന് പുറമെ മറ്റൊരു ലേഖനമുണ്ട്. അതിലും കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു എവിടെ നിന്നാണ് ഫണ്ട് ലഭിച്ചത് എന്ന്. ചോദിക്കുന്നത് ചെറിയ ആളല്ല, ചോദിക്കുന്നത് മഹേഷ് ജത്മലാനിയാണ്, BJPയുടെ രാജ്യസഭാംഗമാണ്. അദ്ദേഹം ചോദിക്കുന്നു എവിടെ നിന്നാണ് പണം ലഭിച്ചത് എന്ന്. മറുപടിയും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. He also raised questions regarding the financial resources that sustained the prolonged agitation. പറയുന്നത് BJPയുടെ രാജ്യസഭാ MP മഹേഷ് ജത്മലാനിയാണ്. അദ്ദേഹം പറയുന്നു, ഫുഡ്, ട്രാൻസ്പോർട്ടേഷൻ, ടെൻസ്, ലോജിസ്റ്റിക്സ്, സൗണ്ട് സിസ്റ്റം ആൻഡ് അതർ അറേഞ്ച്മെന്റ്സ്. The questions who financed these expenses and called the greater transparency regarding the funding of the movement. ഈ മൂവ്മെന്റിന് ഫണ്ട് നൽകിയത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. ആ ലേഖനവും പ്രസിദ്ധീകരിച്ച് വന്നിരിക്കുന്നത് ഓർഗനൈസറിലാണ്, RSSന്റെ മുഖപത്രത്തിലാണ്. അവിടെയും തീർന്നില്ല. അതിനുശേഷം CJP ലീഡ് സ്റ്റാൻഡ്സ് ഇൻ 5-star ലക്ഷറി ആസ് എ സ്റ്റുഡൻസ് ബ്ലീഡ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന മറ്റൊരു ലേഖനം. ആ ലേഖനത്തിലാണ് വ്യക്തമായും ആരോപണം ഉന്നയിക്കുന്നത്, ഈ സമരത്തിന് എല്ലാ സഹായവും ലഭിച്ചത് വിദേശത്ത് നിന്നാണ്, സമരത്തെ മുന്നിൽ നിന്ന് നയിച്ചത് ഇടതുപക്ഷ പാർട്ടികളാണ് എന്ന് വെച്ചാൽ RSSനും സംഘപരിവാറിനും കൃത്യമായ ബോധ്യമുണ്ട്. ദില്ലിയിൽ നടക്കുന്ന എല്ലാ സമരങ്ങളും, ആ സമരങ്ങൾക്ക് എല്ലാ സഹായവും നൽകുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. വളരെ ഗുരുതരമായ മറ്റൊരു ആരോപണവും കൂടി ഉന്നയിക്കുന്നുണ്ട്. മുസ്ലിം ഔട്ട്ഫിറ്റുകൾ അവരും ഈ സമരത്തിൻ്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ രാജ്യദ്രോഹ സമരമാണ് നടന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ ജനാധിപത്യത്തെ തകർക്കാനുള്ള സമരമാണ് നടന്നത് എന്ന്. ഇലക്ഷൻ കമ്മീഷനെ, സുപ്രീം കോടതിയെ, കോടതികളെ, ജനാധിപത്യ സ്ഥാപനങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനുള്ള സമരമാണ് നടന്നത് എന്ന് പറയുന്നത് ഓർഗനൈസർ. SFIക്ക് സമരത്തിൽ യാതൊരു ബന്ധവുമില്ല, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് യാതൊരു ബന്ധവുമില്ല, ആകെ പങ്കെടുത്തത് ഐസ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുണ്ട്, കേരളത്തിലെ കോൺഗ്രസ്സുകാരുണ്ട്, മുസ്ലിം ലീഗ് പ്രവർത്തകരുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കാരുണ്ട്. അവരൊന്ന്
ഈ ഓർഗനൈസറിൻ്റെ ഈ ലേഖനം ഒന്ന് എടുത്ത് വായിക്കണം. അവർ കൃത്യമായ ഇൻപുട്ട്, സ്വാഭാവികമാണല്ലോ, ഓർഗനൈസർ പോലുള്ള RSSൻ്റെ മുഖപത്രം ഒരു ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ എഡിറ്റർ തന്നെ ലേഖനം എഴുതുമ്പോൾ അതിന് കൃത്യമായ അടിത്തറയുണ്ടാകും. ജമാഅത്തെ ഇസ്ലാമിയും കേരളത്തിലെ മുസ്ലിം ലീഗും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കേരളത്തിൽ ഫാസിസത്തിനെതിരെ BJPക്കെതിരെ പട നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആവർത്തിച്ച് വായിക്കേണ്ട ലേഖനമാണ് ഇത്. വായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓർഗനൈസറിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ മതി, 3 ലേഖനങ്ങളും വായിക്കാം.